തിരുവല്ല നഗരസഭാ ഓഫീസ് ജീവനക്കാർ റീലെടുത്ത സംഭവവും അതിലെ പോസിറ്റീവ് ക്ലൈമാക്സുമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഈ സംഭവം ചൂണ്ടിക്കാട്ടി സർക്കാർ ഓഫീസ് കുത്തഴിഞ്ഞു കിടക്കുകയാണെന്നാണ് ഒരു വിഭാഗം ആരോപിച്ചത്. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രമുഖർ ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം ആളുകൾ ഈ റീലെടുത്ത ജീവനക്കാരെ പിന്തുണയ്ക്കുകയും വൃത്തിയും വെടുപ്പുമുള്ള സർക്കാർ ഓഫീസിനെ പുകഴ്ത്തുകയുമാണ് ചെയ്തത്. അവധി ദിനമായ ഞായറാഴ്ച പ്രത്യേക ഡ്യൂട്ടിക്കെത്തിയ ജീവനക്കാർ ഒഴിവു സമയത്തെടുത്ത റീലായതിനാലും ജോലിയെ ബാധിച്ചിട്ടില്ല എന്നതുകൊണ്ടുമാണ് ഈ പിന്തുണ ലഭിച്ചത്. ഇക്കാര്യം വ്യക്തമായതോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പോസിറ്റീവായാണ് പ്രതികരിച്ചത്. കാലവർഷക്കെടുതിയുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഞായറാഴ്ച അവധി ദിനത്തിലും ഈ ജീവനക്കാർ ജോലി ചെയ്യാൻ ഓഫീസിലെത്തുകയാണ് എന്നും മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു അവധി ഉപേക്ഷിച്ച് ജോലിക്ക് വരാൻ തയ്യാറായിട്ടുള്ളത് തന്നെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. അപ്പം അവധി ദിനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവരിങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന നിലയിലേ അതിനെ കാണേണ്ടതുള്ളൂ. ഒരു തരത്തിലും ഓഫീസിൻ്റെ അച്ചടക്കത്തെയോ പ്രവർത്തനത്തെയോ തടസ്സപ്പെടുത്തുകയോ പൊതുജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ സർക്കാർ നേരത്തെ തന്നെ ഒരു കാര്യം നിഷ്കർഷിച്ചിട്ടുണ്ട്: പ്രവൃത്തി സമയങ്ങളിൽ ഒരു തരത്തിലുള്ള ആഘോഷവും പാടില്ല എന്നത് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. അത് കർശനമായി തന്നെ പാലിക്കുകയും ചെയ്യും. ഇവിടെ അങ്ങനെയല്ല. അവരുടെ ഒരവധി അവരുപേക്ഷിച്ച് അന്ന് അധിക ജോലി ചെയ്യാൻ വന്നതാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒന്നുണ്ടായിട്ടുള്ളത്. അതിനെ നമ്മൾ വളരെ ഗൗരവതരമായിട്ടുള്ളൊരു തെറ്റായിട്ടൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള സർഗാത്മകതയും സർക്കാർ പ്രോത്സാഹിപ്പിക്കും. ആ സർഗാത്മകത പൊതുജനങ്ങളോടുള്ള പെരുമാറ്റത്തിലും സമീപനത്തിലും കൂടി ഉണ്ടാവണം എന്നതാണ് സർക്കാരിൻ്റെ അഭിപ്രായം. ജനങ്ങളോടും ഇങ്ങനെ സർഗാത്മകമായി സൗഹാർദ്ദപരമായിട്ട് ഇടപെടുകയും അവർക്കുള്ള സേവനം സമയബന്ധിതമായിട്ടും വേഗത്തിലും കൊടുക്കുകയും ചെയ്യണം. അപ്പം അതിനും കൂടിയുള്ള ഒരു പ്രോത്സാഹനം എന്ന നിലയ്ക്കാണ് ഇങ്ങനെ ഒരു സമീപനം എടുക്കുന്നത്. റീൽ ചിത്രീകരിച്ചതിന്റെ പേരിൽ ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കരുതെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി എന്നതടക്കം പങ്കുവച്ചാണ് ഈ പോസ്റ്റ്. കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ ഇടപെടാനാണ് അവധി ദിവസമായ ഞായറാഴ്ച ജീവനക്കാർ എത്തിയതെന്നും ജോലിയെ ബാധിക്കാതെയാണ് റീൽ ചിത്രീകരിച്ചതെന്നും മന്ത്രി FB കുറിപ്പിൽ പറഞ്ഞു. പുറമെ ജീവനക്കാരുടെ എല്ലാ സർഗാത്മക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും, പക്ഷേ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കാതെയും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെയും സർവീസ് ചട്ടങ്ങൾ ലംഘിക്കാതെയും മാത്രമായിരിക്കണം ഇതെല്ലാമെന്നും മന്ത്രി സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി. ആവശ്യഘട്ടങ്ങളിൽ സേവന സജ്ജരായി ഞായറാഴ്ചകളിൽ പോലും ജോലിക്കെത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ അഭിനന്ദിക്കാനും മന്ത്രി മറന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഉചിതമായ തീരുമാനമെന്നും ഇങ്ങനെയാവണം സർക്കാർ എന്നുമടക്കമുള്ള അഭിനന്ദന പ്രവാഹമാണ് മന്ത്രിയുടെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ സൂചിപ്പിക്കുന്നത്. സമൂഹം പോസിറ്റീവായി ചിന്തിക്കുന്നുവെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വിധത്തിലുള്ള കമന്റുകൾ. ഈ വിഷയത്തിൽ വന്ന UN ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരുകുടിയുടെ FB കുറിപ്പും ശ്രദ്ധേയമാണ്. നമ്മുടെ ഏറെ സർക്കാർ ഓഫീസുകളിൽ വില്ലേജ് ഓഫീസ് തൊട്ട് കളക്ടറേറ്റ് വരെ പഴയ കാലത്തെ അപേക്ഷിച്ച് വലിയ മാറ്റങ്ങളുണ്ട്. കെട്ടിടങ്ങളിലും കമ്പ്യൂട്ടറിലും മാത്രമല്ല, സംവിധാനങ്ങളിലും പെരുമാറ്റങ്ങളിലും മാറ്റങ്ങളുണ്ട്. ഇതിനൊരു പ്രധാന കാരണം യുവാക്കൾ ഏറെ സർക്കാർ സർവീസിലെത്തുമ്പോൾ ഉണ്ടാകുന്ന തലമുറ മാറ്റമാണ് എന്ന കുറിപ്പോടെയാണ് മുരളി തുമ്മാരുകുടിയുടെ FB പോസ്റ്റ്. റീലെടുത്ത ജീവനക്കാരെ പിന്തുണച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ്. പുതിയ തലമുറ തൊഴിൽ സ്ഥലത്ത് അല്പം ക്രിയേറ്റിവിറ്റിയൊക്കെ കാണിക്കുന്നത് നല്ല കാര്യമാണ്. വെളിച്ചം കയറാതെ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന, ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ ജനങ്ങളോട് യുദ്ധം ചെയ്യുന്ന ആളുകൾ മാത്രം തൊഴിലെടുക്കുന്ന സ്ഥലമാണെന്നുള്ള സ്റ്റീരിയോ ടൈപ്പ് മാറാനെങ്കിലും ഇത് ഉപകരിക്കും. ഇവരെ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്ത് വിരട്ടുകയല്ല, മറിച്ച് സർക്കാർ ഓഫീസിന്റെ പുതിയ മുഖം ജനങ്ങളെ കാണിക്കുന്ന താരങ്ങൾ ആയി പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. ഇങ്ങനെ പോസിറ്റീവ് പ്രതികരണങ്ങളടക്കം വന്ന ഈ സംഭവത്തിൽ മന്ത്രി MP രാജേഷ് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയതോടെ പോസിറ്റീവ് ക്ലൈമാക്സ് വന്നിരിക്കുകയാണ്.